എന്താ വെച്ചെങ്കിൽ ചിലപ്പോൾ പൈസ ഇല്ലെങ്കിലും ബുദ്ധിമുട്ടിച്ചാലോ പോയി പോരാലോ. ഞങ്ങൾക്ക് നല്ലൊരു അഭിപ്രായമാണ് അതിൽ. പ്രതിപക്ഷ നേതാവിൻ്റെ പൊതുയാത്രയിലും അന്ന് അദ്ദേഹത്തിന് കൂടി ഉണ്ടായിരുന്ന ഇന്നിപ്പോൾ നിയുക്തമായിട്ടുള്ള ഗതാഗത വകുപ്പ് മന്ത്രിയോടൊപ്പം ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അയ്യോ മോളെ, അത് മോക്ക് മാത്രമല്ല ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രിയാണെന്ന് അറിയപ്പെടണമെന്ന് ആഗ്രഹം ഓരോ കേരളത്തിലുള്ള വ്യക്തികളും ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. ഇദ്ദേഹം വളരെ നല്ലൊരു മുഖ്യമന്ത്രി ആയിരിക്കണമെന്ന്. അതൊരിക്കലും വി.ഡി. സതീശൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ടോ കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്നത് കൊണ്ടോ അല്ല. ഭരണവിരുദ്ധത, ഭരണം എങ്ങനെ ചെയ്തുകൂടാ എന്ന് കാണിച്ചു തന്നൊരു സാധനം കണ്ടതിന്റെ ഫ്രസ്ട്രേഷനാണ്. ഇനി വരുന്ന മുഖ്യമന്ത്രി എങ്ങനെ ജനങ്ങളെ സേവിക്കുമെന്നുള്ളത് കണ്ടറിയണം എന്നുള്ളൊരു കാര്യം. ആ ഒരു അഡ്വാൻറ്റേജ് ഈ പറയുന്ന വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജാണ്. ഒരു സംസ്ഥാനം മൊത്തമായിട്ട് ഒരു രാഷ്ട്രീയം നോക്കാതെ ഒരു ആളെ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയും ആ ആള് നല്ല രീതിയിൽ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കൃത്യമായിട്ടുള്ള ഭരണം കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയും ഈ വ്യക്തിയും കേരളത്തിൽ നിന്നും എങ്ങോട്ടും ആർക്കും തുടച്ചു നീക്കാനായിട്ട് കഴിയുന്നൊരു കാര്യമായിരിക്കത്തില്ല. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തിരിച്ച് കണ്ണൂരേക്ക് പോയ പഴയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിച്ചത്? അവിടുന്ന് ഭയങ്കരമായ രീതിയിൽ ആർപ്പ് വിളികളും ഈങ്കുല സിന്താബയൊക്കെ വിളിച്ചുകൊണ്ട് എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്തെടുത്തുകൊണ്ട് പോകുന്നൊരു സീനാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. എനിക്ക് തോന്നുന്നു അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പോക്കായിരിക്കും. അതായത് നേരെ അവിടെ നിന്നും വീട്ടിലേക്ക് ചെല്ലുക. ഇനി ആരെങ്കിലും വന്ന് കൂടെ നിന്ന് ഈങ്കുല സിന്താബ വിളിക്കുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ ഒരു വീക്ഷണ കോണകത്തിൽ നോക്കുമ്പോഴത്തേക്കും ഒരു പാർട്ടിയെയും കുറച്ചധികം ജനങ്ങളുടെ മനസ്സിലുള്ള വികാരത്തെയും ഇല്ലാതാക്കിയ ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. ആ വ്യക്തിയെ ഇനി തിരിച്ചു വിളിച്ചു കൊണ്ടുവരുമെന്നൊന്നും എനിക്ക് തോന്നുന്നൊരു കാര്യമേ അല്ല. ഒന്നാമത്തെ കാര്യം, ഇനി റിനി ആൻഡ് ജോർജ് അറിയായിരിക്കുമല്ലോ, കോൺഗ്രസുമായിട്ട് വളരെ പോട്ടി സഹിച്ചു നിന്നൊരു വ്യക്തിയായിരുന്നു. പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും പല കാര്യങ്ങളും കൊണ്ടുവന്നൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി ഇന്നേ ദിവസം കോൺഗ്രസ് നേതാക്കൾക്ക് ഇടയിലൂടെ ഒന്ന് പോയപ്പോഴത്തേനുണ്ടായ ഒരു അവസ്ഥ വളരെ വളരെ മൃഗീയമാണ്. പിന്നെ ഇതേ വ്യക്തി തന്നെ, അതായത് വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ള KSRTC ബസ്സിൽ അടുത്ത മാസം 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറയുന്നൊരു കാര്യം, അതിനകത്തുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്നും അതിനെ തുടർന്ന് പ്രൈവറ്റ് ബസ്സുകാർക്ക് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നും ഈ ഒരു കാര്യം സീരിയസ്ലി ജെന്യൂനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് കണ്ടു തന്നെ വരാം ഇതിനകത്ത്. നേതാക്കൾ അച്ഛൻ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന പേര് കേൾപ്പിക്കണമെന്നാണ് ആഗ്രഹമെന്ന് വി.ഡി. സതീശന്റെ മകൾ ഉണ്ണിമായ. പ്രാതിനിധ്യം ലഭിക്കാത്തതിന് ലത്തീൻ സഭയ്ക്കുണ്ടായ പ്രതിഷേധം സഭാംഗം കൂടിയായ എം വിൻസെന്റ് MLA പാർട്ടിക്ക് വേണ്ടി പ്രതിരോധിച്ചു. എന്നാൽ ഈ ലത്തീൻ സഭയ്ക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് മനസ്സിലാക്കിയ ഈ വ്യക്തി മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യം പോയി കണ്ടത് അവരെയാണ്. അവരുടെ ഉള്ളിലുള്ള വിഷമം എന്താണെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കി പഠിച്ച് അവരെ കൂടെ നിർത്താനായിട്ടുള്ള പരിപാടികളൊക്കെ അണ്ടർഗ്രൗണ്ട് പരിപാടി പുള്ളി തന്നെ നടത്തിയിട്ടുണ്ട്. അത് വേണം, രാഷ്ട്രീയമാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ നിൽക്കണം. പക്ഷെ ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തരുത്. UDF നേടിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര വിജയം. 63 സീറ്റുമായിട്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്. ഇതിനിടയിൽ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി ലീഗിന്റെ മങ്കട MLA മഞ്ഞളാംകുഴി അലി. ഞാനൊരു പ്രാവശ്യം മന്ത്രിയായതാണ്. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മന്ത്രിയാകുന്നത് മാത്രമല്ലോ, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇബാദത്താണ്, ദൈവത്തിനുള്ളൊരു സൽക്കർമ്മ. അപ്പോൾ സന്തോഷമാണ്. ഓണവും ക്രിസ്മസും പെരുന്നാളും കൂടി ഒരുമിച്ച് വന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ജനം മുഴുവനും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങൾ ഇത്രയധികം സന്തോഷിക്കുന്ന ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും വളരെ വളരെ ഹാപ്പിയാണ്. സന്ദീപ് വാര്യർ UDFനെ ഉപമിച്ചത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനോട്. ഗ്രാമങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു, അതായത് ഒരു UDF വേവ് ആണെന്നുള്ളത്. തൃക്കരിപ്പൂർ പ്രത്യേകിച്ചും അവിടെ ജയിക്കാൻ കഴിയുന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഉറച്ച വിശ്വാസവുമായിട്ട് തന്നെ പോയതാണ് ജയിച്ചത്. കൂട്ടുകാരനായ CP ജോണിന്റെ സത്യപ്രതിജ്ഞ നേരിട്ട് കാണാനെത്തിയത് വിരുദ്ധ ചേരിക്കാർ. CPM നേതാവ് സുരേഷ് കുറുപ്പും BJP നേതാവ് MS കുമാറും. ജോൺ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ്. അടുത്ത സുഹൃത്തിന്റെ സത്യപ്രതിജ്ഞ നേരിട്ട് കാണാനും കൂടിയാണ്. CPM നേതാക്കൾ അധികം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, പാർട്ടി പോലും നോക്കാതെ പല വ്യക്തികളും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അത് കൊതിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധത കൊണ്ട് മാത്രമാണ്, കഴിഞ്ഞ ഭരണവിരുദ്ധത കൊണ്ട് മാത്രമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവണമെന്ന് പറയുന്നത്. കാരണം ഭരണവിരുദ്ധതയ്ക്കിടയിലും വ്യക്തമായിട്ടുള്ള ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ഇദ്ദേഹം പറയാനായിട്ടും അത് വ്യക്തമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണിക്കാനും ഇദ്ദേഹത്തിനോട് കഴിഞ്ഞു. അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ പൾസ് എന്താണ്,
യുവജനങ്ങളുടെ പൾസ് എന്താണ്, കുട്ടികളുടെ പൾസ് എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനുള്ളിലെ രാഷ്ട്രീയം ഇദ്ദേഹം ഊറ്റിയെടുത്ത വി.ഡി. സതീശൻ ആ ഒരു സാധനം തന്നെ അദ്ദേഹത്തെ ഇപ്പം ആൾക്കാർ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണെങ്കിലും ശരി, BJP നേതാക്കളാണെങ്കിലും ശരി, ഇതുപോലൊരു പരിപാടിക്ക് വരാനുള്ളൊരു കാരണം. പിന്നെ സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത് ഓസ്ട്രേലിയൻ ടീമുമായിട്ടാണ് ഉപമിച്ചതെന്ന്. പഴയ ഓസ്ട്രേലിയൻ ടീമാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഈ മണ്ടം പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ ടീമാണെന്നുണ്ടെങ്കിൽ അധികകാലം പോകുന്നൊരു പരിപാടി ആയിരിക്കത്തില്ല ഈ കേരളത്തിൽ നടക്കാനായിട്ട് പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ഭാഗമായിട്ടുള്ള ഈ റിനി ആൻഡ് ജോർജ് അല്ലെ, ഈ കൂവലിനിടയിൽ കൂടെ ചിരിച്ചോണ്ട് നടന്നു പോകാൻ പറ്റുന്ന ഒരു തൊലിക്കെട്ടി ഉണ്ടല്ലോ, അത് മറ്റാർക്കും കാണത്തില്ല. ഭവതി, നിനക്കത് എവിടെ നിന്ന് കിട്ടി അതുപോലൊരു തൊലിക്കെട്ടി? അല്ലെ, പോത്തിന് പോലും കാണത്തില്ല, ഇതുപോലെ തൊലിക്കെട്ടി പോത്തിന് പോലും കാണത്തില്ല. ഒരിറ്റ് ചിരി മായാതെ വായിക്കകത്ത് പ്രഥമദൃഷ്ടിയ എത്രത്തോളം പല്ല് കാണാവോ അത്രത്തോളം പല്ലുകൾ കാണിച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടി ഒന്ന് ആലോചിച്ച് നോക്കേ. അതിഗംഭീരമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇനി പ്രൈവറ്റ് ബസ്സിലെ കാര്യം, അതാണ് ആദ്യം. ഈ പ്രൈവറ്റ് ബസ് ഇതിൽ സ്ത്രീകൾക്ക് ഫ്രീ സർവീസ് കിട്ടുന്നതിനെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞാൻ ആദ്യം എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. ഒരിക്കലും അത് പ്രാവർത്തികമാക്കരുത്. അത് പ്രാവർത്തികമാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ പങ്കാളിത്തമാണ് എന്ന് വാദിക്കുന്ന ആൾക്കാരെ ഇവിടെ ഉള്ളത്. പിന്നെ എന്തിന് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കേണ്ട ആവശ്യം എന്താണ്? സ്ത്രീകളും പുരുഷന്മാരെ പോലെ ജോലി ചെയ്യുന്നവരല്ലേ? പുരുഷന്മാരിരിക്കുന്ന അതേ പൊസിഷനിൽ സ്ത്രീകൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ലേ? പുരുഷന്മാർ മേടിക്കുന്ന പോലുള്ള അതേ സാലറി സ്ത്രീകൾ ഇവിടെ മേടിക്കുന്നില്ലേ? പുരുഷന്മാർക്ക് സാലറി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീകൾക്കും സാലറി ഇല്ലായ്മയില്ലേ? കാസർഗോഡ് ജോലി ചെയ്യുന്ന ഒരുത്തന് കൊല്ലത്ത് വീടാണെങ്കിൽ കൊല്ലം വരെ കാസർഗോഡ് എത്ര രൂപ ഫെയറാ പോകുന്നത്? ആ ഫെയർ ആര് ഈടാക്കണമെന്നാ? നമ്മുടെ ജനങ്ങളുടെ ടാക്സിൽ നിന്ന് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിന് ആവശ്യമില്ല. ബസ്സിനകത്ത് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് എന്താവശ്യം? അതിൻ്റെ ആവശ്യമില്ല. ഇനി അത് നടപ്പിലാക്കിയേ പറ്റത്തുള്ളെന്നുണ്ടെങ്കിൽ മിനിമം ജില്ലകൾ വിട്ടു പോകുമ്പോഴത്തേക്കിന് ഒരു 20-30 രൂപയെങ്കിലും അതിനകത്ത് ഈടാക്കാൻ നോക്ക്. ഓരോ ജില്ലയ്ക്കും ഒരു 20-30, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ മാത്രം ഫ്രീ, അതിനപ്പുറം ഇത്ര കിലോമീറ്റർ ഇത്ര രൂപ ഈടാക്ക്. അതായിരിക്കും വളരെ നല്ലൊരു കാര്യം. അല്ലാതെ അവരെ പുഷ്ടിപ്പെടുത്തിയിട്ടും അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അവർക്ക് കൊടുക്കുവാണെങ്കിൽ ആണുങ്ങൾക്കും കിട്ടണം. ആണുങ്ങൾ എന്തുവാ രണ്ടാം തള്ളക്കുണ്ടായവരാ? ഇവിടെ പണിയില്ലാത്ത ആണുങ്ങളും ഉണ്ട്. ഇവിടെ പണിയില്ലാത്ത ആണുങ്ങൾ പണി കിട്ടാതെ ഇവിടുന്ന് നാട് വിട്ടുപോയി ജീവിക്കുന്നവരുണ്ട്. സ്വന്തം കുടുംബത്തെ പോലും കാണാൻ സാധിക്കാത്ത ആണുങ്ങൾ അവിടെ പോയി കിടന്ന് പണിയുണ്ടാക്കി ഇവിടെ വീട് വെച്ച് കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്, അതും വർഷങ്ങൾക്ക് ശേഷം. നിങ്ങൾ വയ്യാത്തവർക്ക് കൊടുക്ക്, കൈയും കാലും വയ്യാത്തവർക്ക് കൊടുക്ക്, പ്രായം ഏറിയവർക്ക് കൊടുക്ക്. അവർക്ക് നിങ്ങൾ ഫ്രീ സർവീസ് കൊടുക്ക്. അവർ വരുമ്പോഴായിരിക്കും നമ്മൾ എഴുന്നേറ്റ് മാറി കൊടുക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഫ്രീ ടിക്കറ്റ് കൊടുക്കും. ഗർഭിണിയായിട്ടുള്ളവർക്ക് നിങ്ങൾ ചിലപ്പോൾ ഫ്രീ ടിക്കറ്റ് കൊടുക്ക്. അവർ ബസ്സിൽ കയറി പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് കാറിൽ പോകാനായിട്ട് ഒട്ടും സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഗർഭിണികൾ ബസ് കയറി ഒരു ആശുപത്രിയിൽ പോകുന്നത്, അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്നത്, അല്ലേ? ഓട്ടോയിൽ കയറി പോകുന്നു, അല്ലേ? അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്ക്. അല്ലാതെ ഈ ഫ്രീ എന്ന് പറയുന്നൊരു സാധനത്തെ ദുരുപയോഗം ചെയ്യാനായിട്ട് നടക്കുന്ന കുറെ പെണ്ണുങ്ങൾ കാണും. അവർക്കിത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് എന്ത് നേട്ടം അതിനകത്ത് കിട്ടാമെന്ന്? ഒരു നേട്ടമില്ല, ഒരു രാഷ്ട്രീയ ലാഭവും ഇല്ല. നിങ്ങൾ ഈ കൊടുത്തിട്ടുള്ള വാഗ്ദാനം അത് പിൻവലിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആരും നെഗറ്റീവ് പറയത്തില്ല. അത് പിൻവലിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. പിൻവലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പൈസ ജില്ല വിട്ട് ജില്ല പോകുമ്പോഴെങ്കിലും മിനിമം ഈടാക്കാനായിട്ട് കാണിച്ചിരിക്കണം. അത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഒരു സ്ത്രീ പറഞ്ഞ പോലെ വയനാട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് വരണം, അത്ര ദൂരമൊക്കെ ഇത് അനുവദിക്കും. എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോയാലും സൗജന്യ യാത്ര എന്നുള്ളതൊക്കെ അത് പ്രായോഗികമാണോ എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. അത് ഓർഡിനറിയിലാണോ, ഫാസ്റ്റിലാണോ, സൂപ്പർ ഫാസ്റ്റിലാണോ, എത്ര ദൂരം അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ വരെ സൗജന്യ യാത്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ എന്തായാലും വരേണ്ടതേ ഉള്ളൂ, വരേണ്ടതുണ്ട് സർക്കാരിൽ നിന്ന്. എന്തായാലും ജൂൺ 15 മുതൽ നടപ്പാക്കും അറിയുമ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ ആ തീരുമാനം നമുക്ക് അറിയാൻ സാധിക്കും. കോഴിക്കോട്ടെ യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി. പുതിയ സർക്കാർ വന്ന് ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് അടുത്ത മാസം 15 മുതൽ KSRTCയിൽ സൗജന്യ യാത്രയാണ്. ആശാ വർക്കർമാർക്ക് 3000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? എനിക്കതിൽ വലിയ താല്പര്യമില്ല സ്ത്രീകൾക്ക്. കാരണം എന്ന് വെച്ചാൽ സ്ത്രീകൾക്കല്ല ശരിക്കും കൊടുക്കേണ്ട, അത് ഭിന്നശേഷിക്കാർ അങ്ങനെയുള്ളവർക്കാണ് കുറച്ചും കൂടെ അനുയോജ്യം എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കേരളത്തിൽ ഇത് നടക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിഞ്ഞൂടെ. വളരെ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ പ്രായോഗികമായി മനസ്സിലാക്കി എന്തൊക്കെ നടപ്പാക്കിലാക്കാം
ഇത് ഒരിക്കലും സാമ്പത്തിക സ്ഥിതിയെ ബേസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമല്ല. കോൺഗ്രസ് ഗവൺമെന്റ് ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. ഇതൊരിക്കലും ഒരു ചലഞ്ചോ അല്ലെങ്കിൽ ഈ ചലഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമോ അല്ല. പക്ഷേ അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യകത ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പറയുന്നതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെന്ന് പറയാം. അങ്ങനെ ഒരു കാര്യത്തിന് യാതൊരുവിധ ആവശ്യകത ഇല്ലാത്തപ്പോഴത്തേക്കിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ഫ്രീ സർവീസ് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം? അതാ, അല്ലാതെ നിങ്ങൾക്ക് കരജനാവി പൂച്ച പെറ്റ് കിടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പറ്റൂ, അത് നടപ്പിലാക്കുക. കൂടുതൽ എക്സ്പെക്ടേഷൻ ഒന്നും പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല അഭിപ്രായം തന്നെയാണ്. എന്താ വെച്ചെങ്കിൽ ചിലപ്പോൾ പൈസ ഇല്ലെങ്കിലും ബുദ്ധിമുട്ടിച്ചാലോ പോയി വരാലോ. ഞങ്ങൾക്ക് നല്ലൊരു അഭിപ്രായമാണ് അതിൽ. അതെന്തുവാ ഉമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്കിപ്പോൾ ഇത്രയും ദൂരം പോകുമ്പോഴത്തേക്കിന് പൈസ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ അങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്നു. ഓക്കെ, പൈസ ഇല്ല, നിങ്ങൾ ഫ്രീ ആയിട്ട് പോകുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വരുന്ന ഭർത്താവിനോ ഇക്കൊക്കെ എന്തോ ചെയ്യും? കാക്ക എന്തോ ചെയ്യും? പറത്തി വിടുവോ? കാക്കയ്ക്ക് പോകാൻ പൈസ ഉണ്ടോ? അല്ലെങ്കിൽ ഇതിനകത്തൊരു നിയമം നിങ്ങൾ കൊണ്ടുവരണം. ഒരു ബസ്സിൽ ഒരു സ്ത്രീ കയറിയിട്ട് എൻ്റെ കയ്യിൽ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല, എനിക്ക് തരണം ടിക്കറ്റ്, ഇങ്ങനെ കെഞ്ചണം. സീരിയസ്ലി ഇങ്ങനെ കെഞ്ചണം. അത്രേ ഉള്ളൂ. ആ ഒരു മാനാഭിമാനം ആരൊക്കെ കാണിക്കും നമുക്കറിയാമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൈസ ഉള്ളവർ ആ ഒരു ചോദ്യം കണ്ടക്ടറോട് ചോദിക്കാൻ നിൽക്കത്തില്ല. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല, ടിക്കറ്റ് തരണം. ഓക്കെ, അതില്ലാത്തവർ മാത്രമേ ചോദിക്കൂ. ആ ഒരു കാര്യം 1 രൂപ പോലും ഇല്ലാത്തവരെ ചോദിക്കത്തുള്ളൂ. 1 രൂപയെങ്കിലും കയ്യിലെടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ബസ്സിനകത്തിരിക്കുന്ന 10-48 പേരിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് ടിക്കറ്റ് തരണമെന്ന് ചോദിക്കത്തില്ല. ഇതൊരിക്കലും ആജ്ഞാപനമല്ല, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള സർക്കാരിൻ്റെ ഏകാധിപത്യമല്ല, ഒന്നുമല്ല. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നമുക്കൊരു കാൽക്കുലേഷൻ, അതിന് നമുക്ക് എത്ര രൂപ ഉണ്ടെന്നുള്ളത് നമുക്കൊരു ഇതുണ്ട്. ആ ഒരു സാധനം, ആ ഒരു ഫെയർ അത് അവിടെ കൊടുക്കുക. അത് അങ്ങനെ തന്നെ, അത് കൊടുത്തേ പറ്റൂ. അങ്ങനെ തന്നെ കൊണ്ടുവരണം. അല്ലാതെ അവർക്ക് ഫ്രീ ഇവർക്ക് ഫ്രീ ഇല്ല, എന്തുവാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ആണുങ്ങളുണ്ട് പൈസ ഇല്ലാത്തവര്, ഒട്ടും വയ്യാത്തവരുണ്ട്. നമുക്ക് മനസ്സിലാവുന്നില്ല. സ്ത്രീകൾക്ക് ഇത്രയും കൊടുക്കുമ്പോഴത്തേന് എന്ത് കിട്ടുന്നു? സ്ത്രീ പുരുഷൻ ഒന്നാണ്, സ്ത്രീയും പുരുഷൻ രണ്ടല്ല. സ്ത്രീക്ക് പുരുഷൻ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും പരിപാടികളും ചെയ്യാൻ കഴിയുമെന്ന് വാദിക്കുന്ന സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് സ്ത്രീകൾക്ക് മാത്രം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന എന്തിനാ? അല്ലെങ്കിൽ നിങ്ങൾ പറയണം സ്ത്രീകൾ കമ്പാരിറ്റീവ്ലി പുരുഷന്മാരെ അപേക്ഷിച്ച് ഒരിച്ചിരി പിന്നോക്കമാണെന്നും അത് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടി ഞാൻ ഇവിടെ വെച്ച് നിർത്തും. കൺഫേം ഇവിടെ വെച്ച് നിർത്തി. ഓക്കെ, അവർ നമ്മളെക്കാട്ടിലും പിന്നിലാണല്ലോ, അതുകൊണ്ട് അവർക്ക് 10 രൂപ കുറച്ച് കൊടുത്തു, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കണ്ട, നിങ്ങൾ പൊക്കോ, നിങ്ങളുടെയും കൂടെ ടിക്കറ്റിന്റെ പൈസ ആണുങ്ങൾ ഈടാക്കിക്കോളാം, അങ്ങനെ നമുക്ക് പറയാം അല്ലേ? പക്ഷേ സ്ത്രീ പുരുഷൻ ഒന്നാണ് എന്ന് പറഞ്ഞ് വാദിക്കുന്ന സ്ഥലത്തും പല സ്ഥലങ്ങളിൽ ഒരേ പ്രാതിനിധ്യം വേണം, തുല്യമാണ് അവകാശപ്പെടുമ്പോഴത്തേക്കിന് ഇതുപോലൊരു കൺസെഷൻ അവർക്ക് കൊടുക്കുമ്പോഴത്തേക്കിന് പറയുന്ന സർക്കാർ തന്നെ ഇവരെ നമ്മളെക്കാട്ടിലും പിന്നിലാണ് എന്ന് പറയാതെ പറയുന്ന ഒരു കാര്യം അല്ലേ? അങ്ങനെ തന്നെ. അപ്പം അതൊന്ന് നോക്കിക്കോളുക. വരട്ടെ, നല്ല കാര്യമാണ്. പിന്നെ ഞാൻ ഡെയിലി പോണ ആളാണ്, KSRTC ആശ്രയിക്കുന്ന ആൾ തന്നെയാണ്. ഇനി അത് വിജയകരമാകുമെന്ന് അറിയില്ല. KSRTC ഡ്രൈവറെയും കണ്ടക്ടറെയും എനിക്ക് പരിചയമുള്ളതുകൊണ്ട് അവരൊക്കെ പറയണ ശമ്പളം കറക്റ്റായിട്ട് ഇപ്പോഴും കിട്ടണില്ലെന്നാണ് പറയണത്. അപ്പോൾ അത് വിജയകരമാകുമെന്ന് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വന്നാൽ നല്ല കാര്യം. ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടല്ല സ്ത്രീകൾ എപ്പോഴും പോരാടുന്നത്. അപ്പോൾ ആണുങ്ങൾക്കും വേണ്ടേ? നിങ്ങൾക്ക് സൗജന്യ യാത്ര വേണം? സൗജന്യ യാത്ര ഒന്നും വേണ്ട, ആണുങ്ങൾക്കും വേണ്ട പെണ്ണുങ്ങൾക്കും വേണ്ട, എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇതേപോലെ. ഇത് തന്നെ ഞാനിപ്പോ നിങ്ങളോട് പറയാൻ കൺവിൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചതും ഈ ഒരു ഒറ്റ കാര്യം തന്നെ. അത് കിട്ടിയാൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. VD സതീശൻ മുഖ്യമന്ത്രി ആയതിലും VD സതീശൻ നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നതിലും ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ എന്ത് കൊടുത്താലും ഞാനതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. നല്ല കാര്യം. അവിടെ ഫ്രീ കൊടുക്കുമ്പോൾ ഇവിടെയും ഫ്രീ കിട്ടണം, അത്ര മാത്രം. ഒരു തുല്യ അവകാശം നേടുക, ആ ഒരു കാര്യം മാത്രം. ഫ്രീ കൊടുക്കുമ്പോഴത്തെ എങ്ങനെ ഫ്രീ കൊടുക്കണമെന്നറിയോ? ഈ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് പറഞ്ഞ ഖജനാവ് നിങ്ങൾ ആ പൂച്ച അങ്ങ് എടുത്ത് മാറ്റിയിട്ട് അവിടെ പണം പെറ്റ് കിടക്കുന്നു എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് ജനസേവനം എന്ന് പറയുന്നത് ഫ്രീ ആക്കുക. ജനങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾ ഫ്രീ ആക്കുക. ചിലപ്പോൾ ഞങ്ങൾ അക്ഷയ പോയിട്ട് ഒരു സാധനം എടുക്കുന്നു, ഒരു പ്രിന്റ് എടുക്കുന്നു, അവിടെ ഫ്രീയാ. ഗവൺമെന്റിന്റെ ഫ്രീ അല്ലേ? ഞങ്ങളിപ്പം എവിടെയാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഏതാവശ്യത്തിന് പോയാലും അവിടെ 1 രൂപ പോലും നിങ്ങൾ ഫെയർ ഈടാക്കാനായിട്ട് നിൽക്കരുത്. ഗവൺമെന്റ് ആശുപത്രി ഞങ്ങൾ പോകുന്നു, നിങ്ങളൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നു, അവിടെ നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ KSRTC ബസ്സിലല്ല കൊടുക്കേണ്ടത്. നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളൊരു CT സ്കാൻ എടുക്കുന്നു, അവിടെ കാണത്തില്ല ചിലപ്പോൾ, അത് നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരു എക്സ്റേ എടുക്കുന്നു. BPL കാർഡ് ഉള്ളവന് മാത്രം ചിലപ്പോൾ 180 രൂപ ഈടാക്കും, മറ്റുള്ളവർക്ക് 270 രൂപയോളം അങ്ങോട്ട് മേടിക്കുന്നുണ്ട്. അതങ്ങ് ഫ്രീ ആക്കി നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടെപ്പോഴാണെന്ന് അറിയാം, നമ്മൾ കാഷ്വാലിറ്റി ആയിട്ട് ചെല്ലുമ്പോഴേ എക്സ്റേ എടുക്കാൻ പൈസ കാണത്തില്ല, അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ഈടാക്കുന്നത്. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് നിങ്ങൾ കൺസെഷൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആദ്യം എടുക്കുന്ന OP ടിക്കറ്റ് എടുക്കുന്നത് 5 രൂപ. ആ ഒരു സാധനം ഒഴികെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എല്ലാ കാര്യവും, ഈവൻ സ്കാനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫ്രീ ആയിട്ട്
ആദ്യം CT സ്കാൻ എന്ന് പറഞ്ഞ സ്കാനും MRI സ്കാനും എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഉറപ്പുവരുത്തുക. എന്നിട്ട് അതെല്ലാം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് താ. അവിടെയാണ് വിജയം, അവിടെയാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്, അവിടെയാണ് ജനങ്ങൾ ഈ പറയുന്ന ഗവൺമെന്റിനെ പ്രശംസിക്കാൻ പോകുന്നത്. കാരണം ഒരു ഇല്ലായ്മയിലോ ഒരു രോഗാവസ്ഥയിലോ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മരിക്കുന്നിടം വരെ അത് ആൾക്കാർ മറക്കത്തില്ല. അല്ലാതെ എനിക്ക് ഇവിടുന്ന് തൊട്ടപ്പുറം വരെ എൻ്റെ കൂട്ടുകാരനെ, എൻ്റെ പെണ്ണുമ്പിള്ളയോ, ഞാൻ എൻ്റെ സെറ്റപ്പിനോ എനിക്ക് കാണാൻ പോകണം, അതിന് നിങ്ങൾ ഫ്രീ ആയിട്ടൊരു ടിക്കറ്റ് തരുന്നു എന്നുണ്ടെങ്കിലേ അത് വെറും അവസരം മുതലെടുക്കുന്നതായിട്ടേ ജനങ്ങൾ കാണത്തുള്ളൂ. ഉറപ്പായിട്ടും അങ്ങനെ കാണത്തുള്ളൂ. അതുകൊണ്ട് ആവശ്യകതയിലേക്ക് നിങ്ങൾ ഈ ഒരു അവതാര്യം ഞങ്ങൾക്ക് താ. അതായിരിക്കും ജനങ്ങളിലേക്ക് കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും ജനങ്ങൾ കൂടുതൽ സ്വീകരിക്കുന്നതും ആ ഒരു സ്വീകരണത്തിന്റെ സാധനം ഒരു വോട്ടായിട്ട് അല്ലെങ്കിൽ ഒരു സ്നേഹമായിട്ട് ഈ മുഖ്യമന്ത്രിക്കും ഈ ഒരു പാർട്ടിക്കും കിട്ടാനായിട്ട് പോകുന്നത്.